ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് ചെക്ക് എന്ന് പറഞ്ഞുള്ള ബിൽ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ബാംഗ്ലൂർ ബേസ്ഡ് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഇത് തുടങ്ങിയിട്ടുള്ളത് 2023 മുതൽ ഒരു നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കയറാൻ വേണ്ടി ബേസിക്കായിട്ട് മൊബൈൽ നമ്പർ കൊടുത്ത് OTP അടിക്കുക, അതുപോലെ നമ്മുടെ ഫുൾ നെയിം, അതുപോലെ നമ്മുടെ മെയിൽ ID കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ ലോഗിൻ ചെയ്യാം. അതുപോലെ നിങ്ങൾ മെയിൽ ID കൊടുക്കുമ്പോൾ നിങ്ങളുടെ മെയിലിൽ വരുന്ന ബിൽസ്, അതുപോലെ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ ഇവർ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ പ്രൈവസി കാര്യങ്ങളൊക്കെ ഇഷ്യൂ ഉള്ളവർ അത് കൊടുക്കാതിരിക്കുക. അല്ലാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഓട്ടോ ഫെച്ച് ചെയ്തിട്ട് എല്ലാ സംഭവവും ഒറ്റ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ എല്ലാ ബില്ലുകളും, ലോണിൻ്റെ ഡീറ്റെയിൽസും, ഇൻഷുറൻസിൻ്റെയും കംപ്ലീറ്റ് സാധനങ്ങൾ അവർ ഫെച്ച് ചെയ്ത് തരും. അപ്പോൾ അത് വെച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ 2 ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റാണ് ഇതിൽ നടത്താൻ ശ്രമിച്ചത്. അതിൽ ഫസ്റ്റ് എൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് ഞാൻ സൂപ്പർ മണി ഉപയോഗിച്ച് ചെയ്യാൻ നോക്കി. അപ്പോൾ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം അതിൽ ഫെയിലായി. അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു. പക്ഷേ ഞാൻ വീണ്ടും എൻ്റെ നെക്സ്റ്റായിട്ട് ഞാൻ എൻ്റെ HDFCയുടെ കാർഡ് വെച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അത് കറക്റ്റ് സക്സസ്ഫുള്ളായി. ഫസ്റ്റ് തന്നെ എന്തോ സംഭവമുള്ള ഇഷ്യൂ, ടെക്നിക്കൽ എററായിരുന്നു. എൻ്റെ നിന്ന് ഫണ്ട് ഡെബിറ്റ് ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അതേ കാർഡിൻ്റെ തന്നെ ബാക്കി വീണ്ടും പേയ്മെൻറ്റ് പെൻഡിങ് ഉണ്ടായിരുന്ന ആക്സിസിൻ്റെ വീണ്ടും കയറി ചെയ്തു. അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് HDFC ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ റിവാർഡിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 28 രൂപ, അതായത് ഇവരുടെ പോയിൻറ്റ്സ് കൺവേർട്ട് ചെയ്ത് 28 രൂപയാക്കിയിട്ട് അതും കൂടെ ആഡ് ആക്കിയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്തത്. അതെനിക്ക് എൻ്റെ മൊത്തം പൈസയിൽ നിന്ന് കുറവായി കിട്ടുകയും ചെയ്തു. അങ്ങനെ ഓൾമോസ്റ്റ് 2 ട്രാൻസാക്ഷൻ കൂടി നടത്തിയപ്പോൾ നല്ലൊരു എമൗണ്ട് എനിക്ക് എൻ്റെ വാലറ്റിൽ ക്രെഡിറ്റ് ആയി. അതുപോലെ ഇതിൽ വന്നിട്ട് ബാക്കി ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ്, ട്യൂഷൻ ഫീസ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അയക്കുക, അതുപോലെ ഫേമസ് ആയിട്ടുള്ള ബാങ്ക്സിൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുക്കാം, FD ബാക്ക്ഡ് കാർഡ്സ് എടുക്കാം. അതുപോലെ സകലമായ ബിൽ പേയ്മെൻറ്റ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ റിവാർഡ് പോയിൻറ്റ്സ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫ്രണ്ട്സിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിവാർഡ് പോയിൻറ്റ് കിട്ടും. ഫസ്റ്റ് റെഫറിൽ 50 കോയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക, നമ്മുടെ ഷോപ്പിംഗ് സൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവർ ലിങ്ക്ഡ് ആണ്. അവർ മുഖാന്തരം നമ്മൾ ഇപ്പോൾ ഈ ലിങ്ക് ത്രൂ കയറി ഇവരുടെ പ്ലാറ്റ്ഫോം വഴി പേയ്മെൻറ്റ് ചെയ്യുക വെച്ചാൽ അതിൽ നമുക്ക് കോയിൻസ് കാര്യങ്ങൾ കിട്ടും. മോസ്റ്റ് ഓഫ് ദി ഗൂഗിൾ പേയിൽ നമ്മളിതിലൊക്കെ കാണുന്ന കോമൺ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനീസിലെല്ലാം ഇവർ ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഒരുവിധം എല്ലാ ഏരിയാസും കവർ ചെയ്യുന്നുണ്ട്. നല്ല ഫ്രണ്ട്ലി ആണ്, സ്പീഡുണ്ട് ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലോൺസും കാര്യങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട്. അതൊക്കെ താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ബേസിക്കലി ഒരു എൻഡ് ടു എൻഡ് സൂപ്പർ ആപ്പാണ്. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്.